ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിൻ്റെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിറവി തിരുനാളിൻ്റെ ഒരുക്കത്തിലാണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ 22 ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ 23-ാം ദിവസം കർത്താവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് പ്രധാനമായി 2 വചനഭാഗമാണ്. ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന പ്രകാരമാണെന്ന് നമുക്കറിയാം. യോഹന്നാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം യോഹന്നാൻ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം മാംസമായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാശയം പങ്കുവയ്ക്കുന്നുണ്ട്. വചനം മാംസമായി. പ്രിയമുള്ളവർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. വചനം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത്, അത് വെറും കേവലമായ ഒരു സങ്കല്പമോ ആശയമോ അല്ലാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതുവരെ ഉണ്ടായിരുന്ന സകല ദൈവിക സങ്കല്പങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് റവല്യൂഷണറി ചേഞ്ചാണത്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം നമ്മളിൽ ഒരുവനായി തീർന്നു. നമ്മളെപ്പോലെ അവിടുന്ന് നടന്നു, കിടന്നു, ഉറങ്ങി, ഭക്ഷിച്ചു, കരഞ്ഞു, ചിരിച്ചു. വെറും ഒരു സാധാരണ മനുഷ്യനായി ദൈവം തീർന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റെല്ലാ നാളന്നോളം ഉണ്ടായിരുന്ന സകല ദൈവിക സങ്കല്പങ്ങൾക്കും അപ്രാപ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവയ്ക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒന്നതാണ്. പ്രിയമുള്ളവരെ, വചനം മാംസമായി. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണ്, ഈശോ ആരാണ് നമുക്ക്? അത് ഇന്നും വചനമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് സങ്കല്പമായിട്ട് നിൽക്കുകയാണോ? അതോ അത് മാംസം ധരിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ചിട്ടുണ്ടോ? എനിക്ക് ആ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണ്ണമാണ്. ഇതുവരെ നമ്മളിൽ വചന മാംസം ധരിച്ചിട്ടില്ല എങ്കിൽ ഇന്നും നമ്മുടെ ദൈവസങ്കല്പം 2000 വർഷങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്ന അതേ ദൈവിക സങ്കല്പമാണ്. നിരീശ്വരവാദ ചിന്തകൾ പോലും പ്രാബല്യത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് പോലും പ്രസക്തിയുള്ളത് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ കണ്ടുമുട്ടുവോളം മാത്രമാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ കണ്ടുമുട്ടിയാൽ നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ നിരീശ്വര ചിന്തകൾക്ക് പോലും പ്രസക്തിയില്ല. കാരണം നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു, തൊടുന്നു ഈ ദൈവത്തെ. 2000 വർഷങ്ങൾക്കിപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഈശോ മിശിഹാ ജനിച്ചുവെങ്കിൽ ഇന്ന് കൂദാശകളിലൂടെ അതേ ദൈവത്തെ നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വചനം എന്ന് പറയുന്നത് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ്. പൗലോസ്ലീഹ പറയുന്നത് അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ വചനം നമ്മൾ കാർമ്മികന്റെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നതാണ്. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് ദാസനായി തീർന്നു. ദൈവത്തിൻ്റെ ദൈവികമായ സകല മഹത്വവും അവിടുന്ന് മാറ്റിവെച്ച് മണ്ണിലേക്ക് ഇറങ്ങി, പുൽക്കൂടോളം ഇറങ്ങി. സ്വർഗത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊക്കെ മുൻപ് വലിയൊരു വെല്ലുവിളിയാണ്. പല കാരണങ്ങളാലും അല്ലെങ്കിൽ പല ചിന്തകളാലും ഔന്നത്യത്തിലായിരിക്കുന്നവർ, നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒട്ടനവധി ചിന്തകളുണ്ട്, നമുക്ക് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനായിട്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വരുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശൂന്യവൽക്കരണം എന്തുമാത്രം നടക്കുന്നുണ്ട്? നമ്മുടെ അനുദിന ജീവിതത്തിൽ ശൂന്യവൽക്കരണത്തിനുള്ള അവസരങ്ങൾ പലതും നമുക്ക് ലഭിക്കുമ്പോൾ അവയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അനുഗ്രഹപ്രദമായ ഒരു തിരുപ്പിറവി ആശംസിക്കുന്നു. അതുപോലെ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.